നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച TP വധക്കേസ് പ്രതികളുടെ വിഷയം സബ്മിഷനായി സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സബ്മിഷൻ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മടം ചേരുകയാണ്. അഖിൽ, എന്തായാലും ഈ TP വധക്കേസിലെ വിഷയം നിയമസഭയിൽ സജീവമാക്കി നിർത്തുകയാണ് പ്രതിപക്ഷം. നമുക്കറിയാം, അതിൻ്റെ പ്രതികളെ പുറത്തിറക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള അനധികൃതമായ ഇടപെടൽ നടത്തിയതോടുകൂടിയാണ് KK രമ അടക്കമുള്ള ആളുകൾ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു കൊണ്ടുവന്നത്. പക്ഷേ അത് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം അനുവദിച്ചില്ല. ഇപ്പോൾ സബ്മിഷനായി പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വിനോദ്, കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി TP കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ സ്പീക്കർ എടുത്തൊരു നിലപാട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ സഭയിൽ ചർച്ച ചെയ്യുന്നത് ഔപചിത്യമല്ല എന്നൊരു തീരുമാനമെടുത്താണ് സ്പീക്കർ അനുമതി നിഷേധിക്കുകയും വലിയ ബഹളവും പ്രതിപക്ഷം നടത്തി. നടുത്തളത്തിലിറങ്ങി വരെ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച അതേ വിഷയം തന്നെ ഇന്ന് സബ്മിഷനായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അതിൽ മറുപടി പറയേണ്ടത്. പക്ഷേ ആ കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നത്, നാളെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുന്നതിലേക്ക് വേണ്ടി ഇന്ന് ഏകദേശം 10:30 മടങ്ങും തിരിക്കും എന്നതാണ് നമുക്ക് അനൗദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സഭയിലേക്ക് എത്തില്ല. അങ്ങനെ മുഖ്യമന്ത്രി സഭയിൽ വരാതിരുന്നാൽ ആ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പകരം ആരെങ്കിലും മറുപടി പറയുമോ എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഒന്ന് ഈ നിയമകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കണം ആ കാര്യത്തിൽ മറുപടി പറയുക, അല്ലെങ്കിൽ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമായി മറുപടി പറയുക. മുഖ്യമന്ത്രിയാണ് മറുപടി പറയുന്നത് എങ്കിൽ ഒരു ബഹളമുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു സഭയിൽ ഒരു പ്രതിപക്ഷ ബഹളത്തിന് സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി സഭയിൽ വരാതിരുന്നാൽ ഏത് തരത്തിലായിരിക്കും ആ സബ്മിഷൻ ഉന്നയിക്കപ്പെടുക എന്നുള്ളതൊക്കെ തന്നെ ആ സബ്മിഷൻ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് മാത്രമേ നമുക്കതിൻ്റെ നിജസ്ഥിതികൾ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച വിഷയം തന്നെ വീണ്ടും സബ്മിഷനായി ഉന്നയിച്ച് TP കേസ് വീണ്ടും സജീവമായി ചർച്ചയാക്കി നിർത്താൻ പ്രതിപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നു. സബ്മിഷൻ നോട്ടീസ് പ്രതിപക്ഷ നേതാവ് തന്നെ നൽകിയിരിക്കുന്നു. നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിക്കാൻ TP വധക്കേസ് പ്രശ്നം വീണ്ടും സബ്മിഷനായി പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്.